ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മറൈൻ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം കാണും എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ നിസ്സഹായനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, മറുവശം എന്നൊരു സംഗതി. ചിലർ പറയുന്നു, സാർ എന്ന് ഒരു താഴോട്ട് വീഴുമല്ല മുകളോട്ട് പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റേ സംഭവിക്കുക എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതെല്ലാം പാർട്ട് ഓഫ് ദ മാർക്കറ്റാണെന്ന്, പാർട്ട് ഓഫ് ദ ഗെയിം ആണെന്നും ആശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ധാരാളം പേര് ഇപ്പോൾ ഈ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ലോസിൽ ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട്. എനിവേ, എന്തായാലും പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് മാത്രമേ പറയുള്ളൂ. എന്നും നമുക്ക് ലാഭം മാത്രം പോരായല്ലോ, അതിൻ്റെ ഒരു മറുവശം കൂടെ കാണണ്ടേ. ഒരു കുന്നിനൊരു ഒരു ഇറക്കം എന്ന് പറയുന്ന പോലെ, രാത്രിക്കൊരു പകലെന്ന് പറയുന്ന പോലെ, ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ പ്രൊഡിക്ഷനും നമ്മളുടെ ചിന്തയ്ക്കും എതിരായിട്ടായിരിക്കും കാര്യങ്ങൾ സംഭവിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൊറിയൻ മാർക്കറ്റൊക്കെ നിർത്തിവെച്ചു. പൊട്ടൽ കണ്ടിട്ട് 17% കൊണ്ടാണ് ഇന്ന് പൊട്ടിയത്. സർക്യൂട്ട് ബ്രേക്കർ അടിച്ച് മാർക്കറ്റ് കുറേ നേരം നിർത്തിവെച്ചു കൊറിയൻ മാർക്കറ്റ്. അതുപോലെ നല്ല രീതിയിൽ പൊട്ടി ജപ്പാൻ. അങ്ങനെ മറ്റെല്ലാ മാർക്കറ്റുകളും നല്ല രീതിയിൽ പൊട്ടിയിട്ടും ഇന്ത്യൻ മാർക്കറ്റ് മാത്രം ഓപ്പോസിറ്റ് രീതിയിൽ പോകാനുള്ള യാതൊരു സാധ്യതയില്ല. ബട്ട് അങ്ങനെ സംഭവിച്ചു. അത് മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ളതാണ് നമ്മൾ വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം പലരും പറയുന്നു, ഇനി അവിടെ പൊട്ടി അവിടെ പിൻവലിച്ച കാശ് ഇന്ത്യയിലോട്ട് വന്നതാണോ ഈ ഒരു കയറ്റത്തിന് കാരണം. അതൊരിക്കലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഞാൻ ഈ സമയത്ത്, ഒരുപക്ഷെ വരാം, പക്ഷേ ഈ സമയത്ത് അങ്ങനെ വരാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതുമാത്രമല്ല, ഇന്ന് രാവിലെ മുതൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US ഓയിൽ, അതായത് നമ്മളുടെ ക്രൂഡ് ഓയിൽ നല്ല രീതിയിൽ മുകളിലോട്ട് കയറി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാ നോക്കുക, രാവിലെ മുതൽ തന്നെ ക്രൂഡ് ഒരു അപ് ട്രെൻഡ് ഫോർമേഷനാണ്. അപ് ട്രെൻഡ് അത് നോക്കിയേ, കണ്ടോ? രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഗ്യാപ്പ് അപ്പിൽ പോയി നല്ല രീതിയിൽ ക്രൂഡ് മുകളിലോട്ട് പോയി. ദാറ്റ് മീൻസ് എന്താണ്? മാർക്കറ്റിൽ വീണ്ടും അൺസർട്ടനിറ്റി ഉണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. പക്ഷേ ഇതിനെ ഒന്നും മൈൻഡ് ചെയ്യാതാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ബിഹേവ് ചെയ്തത്. അപ്പം അതുപോലെ തന്നെ ഗോൾഡ് നോക്കിയാലും മനസ്സിലാവും. ഗോൾഡ് ഇപ്പോൾ ഇപ്പോഴാണ് പൊട്ടിത്തകരുന്നത്. ഗോൾഡ് രാവിലെ യാതൊരു രീതിയിലും ഒരു റെസ്പോൺസും കാണിച്ചില്ല. ഇപ്പോൾ ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിൻ്റെ യാതൊരു റെസ്പോൺസും രാവിലെ ഇന്ന് കാണിച്ചില്ല. ഇപ്പോൾ ഗോൾഡ് പൊട്ടിത്തകരുകയാണ്. US മാർക്കറ്റും നല്ല രീതിയിൽ അതിഭയങ്കരമായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 600-700 പോയിൻറ്റിനടുത്ത് ഇന്നിപ്പോൾ ഡൗ ജോൺസ് പൊട്ടി. ഓക്കെ, ഇതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇന്ന് രാത്രിയിൽ കെവിൻ വാഷ്, അവരുടെ ഫെഡ് ചെയർമാൻ്റെ പത്രസമ്മേളനമുണ്ട്. അവരുടെ റേറ്റ് തീരുമാനിക്കുന്ന ദിവസമാണിന്ന്. അപ്പം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇന്ന് റേറ്റ് കട്ട് ചെയ്യുകയോ ഹൈക്ക് ചെയ്യത്തില്ല, സ്റ്റാറ്റസ് കോ അങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ട്. പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന കമൻറ്റുകൾ അതായിരിക്കും ഇന്ന് മാർക്കറ്റിനെ കൂടുതലായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉള്ള കമൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് താഴെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഗ്ലോബൽ മാർക്കറ്റിനെയും ബാധിക്കും. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൂഡിന് വില കൂടുന്നത് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തന്നെ വരും. രണ്ടാമത്തെ കാര്യം, റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നവർക്കെല്ലാം 100% താരിഫ് എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു ബില്ല് അവരുടെ ജനപ്രതിനിധി ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്, അതായത് ജനപ്രതിനിധി സഭയിൽ അത് പാസ്സായി, വൻ ഭൂരിപക്ഷത്തോടെ പാസ്സായി. നമ്മുടെ ഇന്ത്യയിൽ ലോകസഭയും രാജ്യസഭ എന്ന് പറഞ്ഞില്ലേ, അപ്പം ലോകസഭയിൽ പാസ്സാക്കിയ ബില്ല് രാജ്യസഭയും കൂടെ പാസ്സാക്കിയാൽ മാത്രമേ അതിനെന്താകത്തുള്ളൂ, ഒരു നിയമമാകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിലും 2 ഉണ്ട്. ഒന്ന് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, മറ്റ് സെനറ്റേഴ്സ് ഉണ്ട്. അപ്പം ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ അവിടെയാണ് ഇന്നലെ അത് പാസ്സായത്. ഓക്കെ, വൻ ഭൂരിപക്ഷത്തോടെ പാസ്സായത്. അത് സെനറ്റിൽ, അത് സെപ്റ്റംബറിലേ ഉള്ളെന്ന് പറയുന്നത് കേട്ടു. അത് സെനറ്റിൽ വരുമ്പം അത് പാസ്സായാൽ ഈ ഇന്ത്യയുടെ, ഈ ചൈനയുടെ കാര്യം കൂടെ, ഇന്ത്യയുടെ ഉച്ചയ്ക്കടിച്ച രീതിയിലുള്ള സംഗതിയായിരിക്കും ആവാൻ പോകുന്നത്. കാരണം 100% താരിഫ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കളിയല്ല. ഓക്കെ, അപ്പം വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത് അതായത് അവരോട് കൂടെ നിൽക്കുന്ന അവരെ ഒന്നും ബാധിക്കുന്ന സംഭവമല്ല. റഷ്യൻ ഓയിൽ ഒരു വാങ്ങിച്ചാൽ അത് പ്രശ്നമില്ല, കാരണം യൂറോപ്പൊക്കെ മേടിക്കുന്നുണ്ട്, പ്രശ്നമില്ല. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയും ചൈനയാണ് ഉദ്ദേശിക്കുന്നത്, ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ കേട്ടിട്ടും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പൊട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിനെ ഒരു മാനിപ്പുലേഷൻ തന്നെ എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എൻ്റെ ഇത്രത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട്
എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, കുഞ്ഞു നാളത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷേ ഇത്ര നാളത്തെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ യാതൊരു സാധ്യതയും ഇല്ല. അതാ എൻ്റെ പഠനം അങ്ങനെയാണ്. അപ്പം ഒരുപക്ഷെ നമ്മുടെ പഠനം തെറ്റാവാം, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് കുറേ നാളത്തെങ്കിലും അങ്ങനെ നിൽക്കാം. അത് നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേങ്കിൽ എൻ്റെ പഠനപ്രകാരം, എൻ്റെ അറിവ് പ്രകാരം, എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം മാർക്കറ്റ് ഇന്ന് മുകളിലോട്ട് പോകാൻ യാതൊരു സാധ്യതയും ഇന്നില്ലായിരുന്നു. ഓക്കെ, പക്ഷേ അതിനെതിരായിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്? ഞാനിന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഈ 200 പോയിൻറ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, ഇത് തിളയ്ക്കുന്ന സാമ്പാർ തന്നെ അങ്ങനെ തന്നെ പറഞ്ഞത്, ഒരു മാറ്റമില്ല. എനിക്ക് വേണമെങ്കിൽ തല ഊരാം. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് എനിക്ക് വേണം തല ഊരാം. ഞാൻ പറഞ്ഞതാണ്, രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും എന്നൊരു ഡയലോഗ് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ പ്രദേശം മുഴുവൻ താഴോട്ട് വരും തന്നെയായിരുന്നു. അത് കാരണം അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും, അങ്ങനെയാണ് ബിഹേവിങ്സും, അങ്ങനെയാണ് നിലവിലെ ഡേറ്റകളും അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലത്തെ FISൻ്റെ ഡേറ്റ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 92% ഷോർട്ട് പൊസിഷനായിരുന്നു അവർ, ഇല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ മാർക്കറ്റ് താഴോട്ട് തന്നെ വരണം, അതിന് യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം, പറയാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നേരെ താഴോട്ട് ഒരു 50-60 പോയിന്റുള്ള മാർക്കറ്റ് താഴെ, ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. ഏകദേശം 176, 138, ഒരു 50-60 പോയിൻറ്റിൻ്റെ ഒരു ഡൗൺ ഫോൾ നമുക്ക് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്നു, ഞാൻ പറഞ്ഞില്ലേ? എനിക്കിത് പറഞ്ഞ് വേണേൽ ഇവിടെ ഊരാം. ബട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. കാരണം അതൊരിക്കലും പോസിബിൾ അല്ല. ഒരു എന്താ പറയുന്നത്, ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡറിന് ഒരു പക്ഷെങ്കിൽ അങ്ങനെ പറ്റുമായിരിക്കാം. ബട്ട് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒന്നും അങ്ങനെ ഇറങ്ങി പോവുക അല്ലെങ്കിൽ എൻട്രി എടുക്കുക എന്നും അത്ര ആശ്വാസ്യമായ കാര്യമല്ല, നടക്കുന്ന കേസുമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് വിട്ടേരെ. വേണമെങ്കിൽ എനിക്ക് വേണം തള്ളാം, പക്ഷേ ആ തള്ളേണ്ട യാതൊരു ഒരർത്ഥമില്ല. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? അവിടുന്ന് പതിയെ വീണ്ടും എഴുന്നേറ്റും മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തുടങ്ങി. പക്ഷേ ഇത്രയും നമ്മൾ ഈ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കൊരു മുകളിലോട്ടൊരു മൊമെൻറ്റം തരുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് അല്ല മാർക്കറ്റിൻ്റെ, ഇല്ലേ? മാർക്കറ്റ് ആമ എഴയുന്നത് പോലെയാണ് മാർക്കറ്റ് മുമ്പോട്ട് പോയത്. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയില്ല. ഒന്ന് കയറും, പിന്നെ വീഴും, പിന്നെയും കയറും, പിന്നെ അതായത് ഇത് കണ്ടാൽ മനസ്സിലാവും കൃത്യമായിട്ട് ആരുടെയോ നാടകം ആണ് എന്നിത് മനസ്സിലാവും. ആരുടെയോ കരവീരത്തിനനുസരിച്ച് ചലിക്കുന്ന ഒരു പാവയെ പോലെയാണ് മാർക്കറ്റ് ഇന്ന് ബിഹേവ് ചെയ്യുന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും, ഇല്ലേ? അപ്പം ഇവിടെ പ്രതീക്ഷയാണ്. ഓരോ സമയം കഴിയും തോറും മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ ഇന്നത്തെ കൂടെ നാളെ തീർക്കുമോ എന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ US മാർക്കറ്റ് ഇപ്പോൾ 700 പോയിൻറ്റിനടുത്ത് 740 പോയിൻറ്റ് US മാർക്കറ്റ് പൊട്ടി. പക്ഷേങ്കിൽ നിഫ്റ്റി അതൊന്നും അറിഞ്ഞ മട്ട് കാണിക്കുന്നില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലാണ് നിഫ്റ്റി ഇപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. ചെറിയൊരു ഡൗൺ സൈഡ് ഉണ്ട് എന്നുള്ളതല്ലാതെ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നമുക്കുള്ള 310, ഒരു 10-60-70 പോയിൻറ്റിൻ്റെ ഒരു ഡൗൺ സൈഡ് മാത്രമേ നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണുന്നുള്ളൂ. പക്ഷേങ്കിൽ ഡൗ ജോൺസ് ഒരു 10-700 പോയിൻറ്റോളം വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ADR നോക്കിയേക്കാം. ജസ്റ്റ് ADR നോക്കിക്കഴിഞ്ഞാൽ ADRൽ 2 ദിവസമായിട്ട് ഇൻഫോസിസും TCSും ആണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ഇപ്പോൾ ഇന്ന് ഇൻഫോസിസ് 0.5% മാത്രമേ ഉള്ളൂ. വിപ്രോ 2%, HDFC ബാങ്ക് 0.8%. അങ്ങനെ വലിയ രീതിയിൽ ADR ഒന്നും പെർഫോം ചെയ്യുന്നില്ല. മേ ബി ഈ 3 ദിവസത്തെ ഓട്ടത്തിൻ്റെ നാളെ ഒരു പക്ഷെങ്കിൽ IT സെക്ടറിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഏകദേശം ഒരു 10% മേളിൽ ഇൻഫിയൊക്കെ കയറിപ്പോയി. അതുപോലെ തന്നെ നമ്മുടെ ITBs എടുത്തവർക്കൊക്കെ അറിയാം, 28 രൂപയ്ക്കൊക്കെ ITBs എടുത്തത് 34 രൂപയായി. ഇപ്പോൾ 34 രൂപ. ഇപ്പോൾ നല്ല രീതിയിലൊരു ഗെയിൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പൊസിഷൻ്റെ പകുതി വേണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം, പകുതി വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. വീണ്ടും താഴെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിറ്റ ക്വാണ്ടിറ്റി വീണ്ടും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലാതെ കൊലയോട് വിൽക്കുകയോ അല്ലെങ്കിൽ കൊലയോട് ഹോൾഡ് ചെയ്യുകയോ ചെയ്യുന്ന അതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റിയുടെ പകുതി കൊടുക്കുക, എന്നിട്ട് പകുതി ഹോൾഡ് ചെയ്യുക. പിന്നെ ഫർദറായിട്ട് മുകളിലോട്ട് പോകണമെങ്കിൽ ഹോൾഡ് ചെയ്യുക, അല്ലാതായിട്ട് വേണമെങ്കിൽ വീണ്ടും നിങ്ങൾ ആഡ് ചെയ്യുക. ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കണം നിങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മളുടെ ഇൻഫോസിസ് 1000 റേഞ്ചിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നല്ലൊരു ബൈ ആണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏകദേശം 1150 രൂപയ്ക്ക് അടുത്ത് ഇപ്പം ഇൻഫി എത്തിയിട്ടുണ്ട്. 1155 രൂപ, ഏകദേശം 10%, 15%-ത്തിനടുത്ത് നിങ്ങൾക്കൊരു ഗെയിന് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്, ഇല്ലേ? അപ്പം അതുകൊണ്ട്
നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ പ്രോഫിറ്റാണ് നിങ്ങൾ ബുക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, പണ്ടത്തെ മാതിരി മൾട്ടി ബാഗറായിട്ടൊന്നും നിങ്ങൾ ആരും നോക്കിയിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ TCS ആണെങ്കിലും 1900 റേഞ്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2500 റേഞ്ചിൽ അടുത്തെത്തി. അപ്പം ഇതൊക്കെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് മാത്രമേ ഇപ്പം നിലവിൽ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ കാര്യത്തോട് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ്. ഞാൻ ഇപ്പോഴും ഇന്ന് രാവിലെ പറഞ്ഞ വാക്ക് ഇപ്പോഴും ഞാൻ മാറ്റിയിട്ടില്ല. എൻ്റെ പ്രതീക്ഷ മാർക്കറ്റ് വീഴും എന്ന് തന്നെയാണ്. കാരണം ഡേറ്റകൾ സൂചിപ്പിക്കുന്നതും FISൻ്റെ ഡേറ്റ സൂചിപ്പിക്കുന്നതും ഓപ്പൺ ഇൻട്രസ്റ്റ് സൂചിപ്പിക്കുന്നതും എല്ലാം, ഓപ്പൺ ഇൻട്രസ്റ്റ് ഇന്നത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് അല്ല പറയുന്നത്, ഒരു മാസത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് മൊത്തത്തിൽ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ ഒരു ഡൗൺഫാൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു ദൈവമല്ല, എനിക്ക് ഒരു പരിധിയുണ്ട് പറയുന്നതിന്. എങ്കിലും ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ പഠനം, എൻ്റെ കൺവിക്ഷൻ, അത് തെറ്റാവാം, ശരിയാവാം. എങ്കിലും നിങ്ങളുടെ ട്രേഡ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എവിടെ ഇറങ്ങണം, എപ്പോൾ കയറണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അതിൽ എനിക്ക് യാതൊരു കൈകടത്തലിനും സാധ്യമല്ല. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എവിടെ ഇറങ്ങണം, എവിടെ കയറണം, എൻ്റെ പ്രോഫിറ്റ് എവിടെയാണ്, എൻ്റെ നഷ്ടം എവിടെയാണ്, എൻ്റെ ലാഭം എവിടെയാണെന്നുള്ളത് നിങ്ങളാണ് തരുന്നത്. ഈ പ്രാവശ്യത്തെ നമ്മുടെ മീറ്റപ്പ് വെക്കുമ്പോൾ മീറ്റപ്പിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരുന്നുണ്ട്. നിങ്ങളുടെ ട്രേഡിങ്ങിനെ എപ്പോഴും എപ്പോഴും സഹായകരമാകുന്ന ഒരു ഗിഫ്റ്റ്. നിങ്ങളെ എപ്പോഴും ഓർപ്പിച്ചുണർത്തത്തക്ക രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് വരുന്നവർക്കെല്ലാം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാം. അപ്പം നാളെ ഇനി മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ കയറ്റത്തിൻ്റെ ഇറക്കം നാളെ ഇറങ്ങും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ തെറ്റാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഇന്ന് ഓപ്പൺ ചെയ്ത് 176-ലാണ്. അപ്പം മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്ത് ഞാൻ മോളോട്ട് വിശ്വസിക്കുന്നില്ല. റിയലി ഞാൻ മോളോട്ട് വിശ്വസിക്കുന്നില്ല. അതെൻ്റെ മാത്രം വ്യക്തിപരമായ ചിന്തയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. എൻ്റെ വ്യൂ വെച്ചിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യല്ല. നിങ്ങളുടെ കൃത്യമായ കൺവിക്ഷനും പഠനവും ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യുക. കാരണം പിന്നെ നാളെ എനിക്കൊരു പഴി കേൾക്കേണ്ടി വരരുത്. അപ്പം നാളെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നാളെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നാളെ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഉള്ള സാധ്യതയാണ് ഇപ്പം നിലവിൽ കാണുന്നത്. ഇനിയിപ്പം കെവിൻ വാഷ് അവരുടെ എഫഡ് ചെയർമാൻ്റെ റേറ്റ് പ്രഖ്യാപനത്തിന് ശേഷവും അവരുടെ പ്രസ് മീറ്റിന് ശേഷവും മാർക്കറ്റിൽ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ അതുവരെ മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി ആയിരിക്കും. അപ്പോൾ ആ പ്രസ് മീറ്റ് കഴിയുന്നിടം വരെ മാർക്കറ്റിൽ അൺസർട്ടനിറ്റി കാണും. മാർക്കറ്റ് ഹൈ വോളറ്റാലിറ്റി ആയിരിക്കും. എന്താ സംഭവിക്കുക എന്നുള്ളതിന് ശേഷം മാത്രമേ നമുക്കറിയത്തുള്ളൂ. എന്തായാലും ഈ ഇന്നത്തെ കയറ്റത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ലെവലുകളൊന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇന്നത്തെ ലെവലുകളൊക്കെ നമ്മൾ വരച്ചിട്ടിട്ടുണ്ട്. വേറെ കൂടുതലൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. കാരണം നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കഥയില്ല. കാരണം 2-3 മണിക്കൂർ കഴിയുമ്പം കെവിൻ വാഷിൻ്റെ പത്രസമ്മേളനം അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് ഓടാൻ പോകുന്നത്. അപ്പം വേറെ കൂടുതലൊന്നും പറയാനില്ല. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ദേഷ്യവും പരിഭവമൊക്കെ കാണുമെന്നറിയാം. ബട്ട് ഇതൊക്കെ പാർട്ട് ഓഫ് ദ മാർക്കറ്റാണ്. അപ്പം അതനുസരിച്ച് നിങ്ങളുടെ ലാഭവും നിങ്ങളുടെ നഷ്ടം അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ റിസ്ക്, നിങ്ങളുടെ റിവാർഡ്. അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ. വേറെ കൂടുതൽ സംസാരിക്കാനൊന്നും ഇല്ല. കാരണം വെച്ചാൽ നമുക്ക് അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. എന്തായാലും ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കൃത്യമായി ഞാൻ പറയുന്നു ഒരു മാനിപ്പുലേഷൻ്റെ ഭാഗമാണ്. അല്ലെ ആർക്കോ രക്ഷപ്പെടാൻ വേണ്ടിയോ അല്ലെ ആർക്കോ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയോ ഉണ്ടാക്കിയ ഒരു ഡ്രാമയുടെ അനന്തരഫലമാണ് നമ്മളിന്ന് മാർക്കറ്റിൽ കണ്ടതെന്ന് മാത്രമേ എനിക്കിന്ന് പറയാനുള്ളൂ. വേറെ കൂടുതലൊന്നും പറയാനില്ല. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ സ്പെഷ്യലായിട്ട് വോയിസ് ഇടാം. അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.